മൂന്നാമത്തെ ആണ് എന്ത് പറയുന്നത്, ആഹാര സ്വീകരണം എന്ന് പറയുന്നത് ഇൻജഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ആഹാര സ്വീകരണം എന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്, ഇൻജഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആഹാര സ്വീകരണത്തിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ആഹാരം കഴിക്കുന്നു, വായിലൂടെ ആഹാരം കഴിക്കുന്നു. അപ്പോൾ അതെന്ത് സംഭവിക്കും, വായിൽ എന്തുണ്ട്, ഉമിനീരുണ്ട് അല്ലേ, അങ്ങനെ ഉമിനീരുമായിട്ട് കലരുന്നു. ചുണ്ട്, നാക്ക്, പല്ല് എന്നിവ ആഹാര സ്വീകരണത്തിൽ എന്ത് പങ്കാണ് നിർവഹിക്കുന്നത്. ചുണ്ടും നാക്കും പല്ലിനെയും പ്രവർത്തനം മൂലമാണ് നമ്മൾ ഭക്ഷണത്തെ ചവച്ചരിച്ച് നന്നായി കഴിച്ച് ഇങ്ങോട്ട് പോകുന്നത്, നമ്മുടെ ആമാശയത്തിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ ചുണ്ട്, നാക്ക്, പല്ല് എന്നിവയുടെ സഹായത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ആഹാരം എന്ന് പറയുന്നത് ആമാശയത്തിലേക്ക് പോകുന്നു. അപ്പോൾ എന്താണ് പല്ലിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ PSC ചോദിക്കുന്നുണ്ട് പല്ലിനെ കുറിച്ചിട്ടൊക്കെ. അപ്പോൾ നോക്കാം. ആഹാര പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കുന്നത് പല്ലുകൾ ഉപയോഗിച്ചാണ്. ആഹാരം കടിച്ചു മുറിക്കുന്നതിനും ചവച്ചരയ്ക്കുന്നതിനും അനുയോജ്യമായ ഘടനയും ക്രമീകരണവുമാണ് പല്ലുകൾക്കുള്ളത്. ആഹാര പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കുന്നത് പല്ലുകൾ ഉപയോഗിച്ചിട്ടാണ്.